പാഠം 814 ഒരു നോവലിസ്റ്റിന്റെ കഥ. ഹലോ, അതെ, കെ മോഹനകൃഷ്ണനാണ്. ഉണ്ട്, ഇതാരാണ്? ആ, എന്താ കുമാര, ഞാൻ വിളിക്കാം. ഹാമേ, എന്താണ് കുമാരന്റെ കേസ്? വെള്ളം അടിച്ച് എസ് ഐയുടെ അച്ഛനെ വിളിച്ചെന്നോ? ഓ, എന്നിട്ട് ആ കേസ് രക്ഷപ്പെടാൻ എന്റെ ഭാര്യ സത്യഭാമയെ കൊണ്ട് കേസ് വാദിപ്പിക്കാനാണ് പരിപാടി. അത് നടക്കില്ല കുമാര. കുമാരനെ പോലുള്ളവരുടെ കേസ് വാദിക്കാൻ എന്റെ ഭാര്യ സത്യഭാമയ്ക്ക് സൗകര്യമില്ല. മേലിൽ ഇക്കാര്യം പറഞ്ഞുകൊണ്ട് വിളിക്കരുത്, മനസ്സിലായല്ലോ? കുമാരൻ, വെള്ളം അടിച്ച് പോലീസിനെ ചീത്ത വിളിച്ച കേസ് നീ ഇപ്പൊ വാദിക്കണമെന്ന് ഞാൻ പറഞ്ഞു. പറ്റില്ല. എന്റെ ജോലിക്കാരത്തി മോഹനയുടെ ഇടപെടുന്ന എന്തിനാ മോനട്ടാ? ഏത് കേസ് വാദിക്കണം എനിക്കറിഞ്ഞൂടെ? അത് നടക്കില്ല. നാട്ടുകാർ ബഹുമാനിക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഞാൻ. അങ്ങനെയുള്ള എന്റെ ഭാര്യ കുമാരനെ പോലൊരു കുടിയന്റെ കേസ് വാദിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അത് മാത്രമല്ല, കുമാരൻ ചീത്ത വിളിച്ചത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായ സബ് ഇൻസ്പെക്ടറെയാണ്. ഇതൊന്നും മോഹനട്ടർ അറിയേണ്ട കാര്യമല്ല. എന്റെ ഒരു കക്ഷി ഫോൺ ചെയ്യുമ്പോ മോഹനട്ടർ ഇങ്ങനെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ മോഹനട്ടനെ ആരെയും വിളിക്കുമ്പോ ഞാനും ഇങ്ങനെ തന്നെ പെരുമാറും. സാറേ, ഉത്തമനാണ്. ഉത്തമന്റെ മുന്നിൽ വെച്ചും വല്ല തർക്കത്തിന് വന്നാൽ നീ വിവരം അറിയും. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യമായിട്ടാണ് വന്നിരിക്കുന്നത്. സാറിനെ ഫോണിൽ വിളിച്ച് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. പിന്നെ വിചാരിച്ച് ഇവിടെ വന്ന് നേരിട്ട് അങ്ങ് പറയാന്ന്. എന്താ കാര്യം? സാറിനെ മോനായി തെക്കുംമല അറിയാമോ? ആര്? മോനായി തെക്കുംമല. അമ്മോ, കേരളം മൊത്തം അറിയപ്പെടുന്ന നോവലിസ്റ്റ് അല്ലേ? പുള്ളിക്കാരനെ പൂങ്കിനാവ് വാരികയിൽ എഴുതുന്ന കണ്ണീരിൽ കുതിർന്ന സ്വപ്നങ്ങൾ എന്ന നോവൽ വായിച്ചിട്ട് എന്റെ അമ്മയെ അനിയത്തിയൊക്കെ പൊട്ടിക്കരയുന്നത് ഞാൻ എല്ലാം ബുധനാഴ്ച കാണുന്നതല്ലേ സാറേ. ഇയാളെ ഭയങ്കര എഴുത്തുകാരനാ. എനിക്ക് ഇത്തരം പൈങ്കിളി എഴുത്തുകാരെ പണ്ടേ ഇഷ്ടമല്ല. അവരെഴുതുന്നതല്ല നല്ല സാഹിത്യം. എന്റെ സാറേ, പക്ഷെ വായനക്കാർക്ക് അത് മതിയല്ലോ. നമ്മുടെ നാട്ടിൽ ഇപ്പൊ മോനായി സാറിനുള്ളത് പോലത്തെ വില പിന്നെ ആർക്കുണ്ട്? ഉത്തമൻ ഇപ്പൊ വന്നത് എന്തിനാന്ന് പറ. പറയാം. നമ്മുടെ ഉമാ ലോഡ്ജിന്റെ മുമ്പില് തട്ടുകടയെന്നേ രാവിലെ ഒരു ചായ ഓടിച്ചുകൊണ്ട് നിൽക്കായിരുന്നു ഞാൻ. അപ്പോഴാണ് ലോഡ്ജിൽ നിന്നും സാക്ഷാൽ മോനായി സാർ ഇറങ്ങി വരുന്നു. കണ്ടപ്പോഴേ എനിക്കൊരു മുഖപരിചയം തോന്നി. തട്ടുകടക്കാരൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് അത് ഈ കക്ഷി തന്നെയാണെന്ന്. ഞാൻ അന്തം വിട്ടുപോയി സാറേ. നമ്മുടെ നാട്ടിൽ മോനായി സാറിനെ പോലെ ഒരു നോവലിസ്റ്റ് വരിക എന്നൊക്കെ പറഞ്ഞ ചെറിയ കാര്യമാണോ? ഈ മോനായി അത്ര വലിയ നോവലിസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ബാക്കി കൂടെ പറയുമ്പോ സാർ ഞെട്ടിപ്പോ. തട്ടുകടക്കാരനുമായിട്ട് കുറച്ചുകൂടെ സംസാരിച്ചപ്പോഴാണ് മോനായി സാറ് കെ മോഹനേഷ് സാറിനെ കാണാനാണ് വന്നതെന്ന് അറിഞ്ഞത്. എന്നെയോ? എന്തിന്? വല്ല ആധാരവും പോക്കാരോ ഉപയോഗിക്കാനായിരിക്കും. അതൊന്നും അല്ല വക്കീലെ. പിന്നെ ഈ മോനായി സാറിന്റെ ഒരു പ്രത്യേകത, അദ്ദേഹത്തിന്റെ കഥയിലെ കഥാപാത്രങ്ങളെല്ലാം സാങ്കല്പികമല്ല, ജീവിച്ചിരിക്കുന്നവരാണ്. ജീവിച്ചിരിക്കുന്നവരെ പറ്റി അന്വേഷിച്ചു പഠിച്ച് അവരെ ഈ സാറ് കഥാപാത്രങ്ങളാക്കി കളയും. ശരി, അതുകൊണ്ട് ഈ മോനായി സാറിന്റെ പുതിയ നോവല് ഒരു സത്യസന്ധനായ വില്ലേജ് ഓഫീസറുടെ കഥയാണ്. മോനായി സാർ അന്വേഷിച്ചപ്പോഴാണ് പുള്ളിക്കാരന്റെ കഥയ്ക്ക് പറ്റിയ ഒരു വില്ലേജ് ഓഫീസർ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്നറിയുന്നത്. അങ്ങനെ കെ മോഹനേഷ് സാറിനെ കണ്ട് സംസാരിച്ച് സാറിനെ നായകനാക്കി നോവൽ എഴുതാനാണ് ഈ പറഞ്ഞ കക്ഷി വന്നിരിക്കുന്നത്. ഈ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ ആളെ അങ്ങോട്ട് കയറി പരിചയപ്പെട്ടു. ഞാനും കെ മോഹനേഷ് സാറും തമ്മിൽ ഭയങ്കര അടുപ്പമാണെന്ന് അറിഞ്ഞപ്പോ പുള്ളിക്കാരൻ പറഞ്ഞു, അയ്യോ എങ്കിൽ പിന്നെ കെ മോഹനേഷ് സാറിനെ നേരിട്ട് കണ്ടിട്ട് തന്നെ കാര്യം എന്ന്. ഞാൻ കയ്യോടെ ആളിനെ കൂട്ടിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. അവിടെ പുറത്ത് നിൽപ്പുണ്ട്. പിന്നെ ഞാൻ സാറിന്റെ അടുത്ത് കാര്യങ്ങൾ മുൻകൂട്ടി പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പുറത്ത് നിർത്തിയിരിക്കുകയാണ്.
കാര്യം മുൻകൂട്ടി പറയാതെ മോഹനയുടെ സാറിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ സാർ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് പറയാൻ പറ്റൂലല്ലോ. അതുകൊണ്ടാ സാറേ, നമുക്ക് ആ പുള്ളിയെ ഒന്ന് കണ്ടാലോ? ഇപ്പോഴോ? ആ, ഇയാള് ഏത് തരക്കാരനാണെന്ന് അറിയാതെ നമ്മള് ആളൊരു പാവമാണ് സാറേ. അല്ലെങ്കിൽ പിന്നെ കേരളം മുഴുവൻ ആരാധിക്കപ്പെടുന്ന ഇയാള് എന്റെ സ്കൂട്ടറിന്റെ പിറകെ കയറി ഇവിടെ വരെ വരുവോ? എന്നാ പിന്നെ നടന്നു വരാമായിരുന്നല്ലോ. സാറാ സാറേ, പിന്നെ ഈ നോവല് പുറത്തിറങ്ങി കഴിഞ്ഞ കെ മോഹനയുടെ സാറ് കാന്തല്ലൂരിൽ മാത്രമല്ല കേരളം മുഴുവനും പ്രശസ്തനാവും. സാറേ, വാ, അങ്ങോട്ട് പോവാ. ആ, വാ, വാ. വാ. വക്കീലേ, വാ. അയ്യോ, ഇതെവിടെ പോയി? ഒന്ന് പരിചയപ്പെടാമല്ലോ. ഇവിടെ ഇവിടെ ആരുമില്ലല്ലോ. ഛെ, എവിടെ? ഇവിടെ ഉണ്ടായിരുന്നെന്ന്. എന്റെ സ്കൂട്ടറിന്റെ പിറകെ കയറ്റിയില്ലേ സാറേ ഞാൻ കൊണ്ടുവന്നത്. പിന്നെ എവിടെ പോയി? ഛെ. ആ, അതുകൊണ്ടായിരിക്കുന്നു. എവിടെ? അതുകൊണ്ടാ. മോനായി സാറേ, അവിടെ എന്ത് പരിപാടി? തമ്മ, ഇതൊരു ശരിയായ മട്ടല്ലല്ലോ. മോഹനേട്ടനെ കാണാൻ വന്ന അയാൾ എന്തിനാണ് ഈ പറമ്പിലൂടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നത്? ഏയ്, കാറ്റുവെള്ളം പോയായിരിക്കുമല്ലേ. ഇവിടെ ഇവിടെ ഇല്ലാത്ത കാറ്റ് അവിടെ ഉണ്ടാവും. നമസ്കാരം സാറേ. വിളയിൽ എന്ത് പരതുകയായിരുന്നു? ഈ വീട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്റെ പുതിയ നോവലിലെ വില്ലേജ് ഓഫീസറുടെ വീടും ഇതുപോലൊരു വീടായിരിക്കണം. ഇതേ നീളം, ഇതേ വീതി, ഇതേ രൂപം, ചുറ്റുമുള്ള പുരയിടവും മതിലുകളും എല്ലാം ഇതുപോലെ തന്നെ. അതുകൊണ്ട് ഈ പരിസരം ഞാനൊന്ന് മനസ്സിരുത്തി പഠിക്കുകയായിരുന്നു. ഓ, പിന്നെ സാറേ, ഇത് കെ മോഹനേഷ് സാർ, വില്ലേജ് ഓഫീസർ. നമസ്കാരം. നമസ്കാരം. പിന്നെ എന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. എന്താ? എന്ത് മോനായി? മോനായി മോനായി തെക്കുമല, പ്രശസ്തനായ മലയാള നോവലിസ്റ്റ്. പിന്നെ മോനായി സാറേ, ഇതാണ് കെ മോഹനേഷ് സാറിന്റെ ഭാര്യ സത്യഭാമ വക്കീൽ. ഒരു പെൺവക്കീലിനെ നായികയാക്കി ഞാൻ ഒരു പുതിയ നോവൽ ആലോചിക്കുകയാണ്. സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയും കിടുകിട വിറപ്പിക്കുന്ന ഒരു ഭയങ്കര വക്കീല്. ആ കഥ ഞാൻ എഴുതി തുടങ്ങുമ്പോ എനിക്ക് മാഡത്തിന് സഹായം എനിക്ക് ആവശ്യമായി. അയ്യോ, ശ്ശോ. പിന്നെ ഇനി നമുക്ക് അകത്തിന് സംസാരിച്ചാലോ? മോഹനേഷ് സാറിന് കൃത്യം 9:38 ഓഫീസിൽ പോകാനുള്ളതാ. ഈ സമയം വളരെ കുറവാണ്. പുറത്ത് നല്ല ശുദ്ധമായി ആ ഉണ്ടായിരുന്നു. വായു തന്നെയാണ് അകത്തും. അതെയോ? എങ്കിൽ വരൂ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. അകത്തിരുന്ന് സംസാരിക്കാം. ഞാൻ ഇവിടെ നിൽക്കുന്ന എന്റെ ആരാധകരാരെങ്കിലും കണ്ടാൽ കുഴപ്പമാണ്. ആളുകൂടും. നിങ്ങൾക്ക് തന്നെ അത് പിന്നെ ബുദ്ധിമുട്ടായി വരും. പിന്നെ അതാണ് വരൂ. എല്ലാം പറഞ്ഞ പോലെ. എന്തൊരു മനുഷ്യല്ലേ, നീളവും വീതിയും. അങ്ങനെ നമ്മുടെ കെ മോഹനേഷ് സാർ നോവലിലെ നായകനാകാൻ പോകുന്നു. ഇനി മോഹനേഷ് സാർ ഒരു കലക്കും. ഉത്തമ്മ, എനിക്കേടാ താടി മുടിയൊന്നും നേരെ പിടിക്കുന്നില്ല കേട്ടോ. ഇത് മിക്കവാറും പ്രശ്നമാവാൻ സാധ്യതയുണ്ട്. ഓ വക്കീലെ, എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത്? ഈ വില്ലേജിൽ എന്നല്ല, ഈ ജില്ലയിൽ ഇതുവരെ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു സൗഭാഗ്യം കിട്ടിയിട്ടുണ്ടോ? കെ മോഹനേഷ് സാർ ഒന്ന് ആളായിക്കോട്ടെ. ആളാവുന്നതിലൊന്നും എനിക്കൊരു വിരോധമില്ല. അലമ്പാവാതിരുന്നാ മതി. ഞാൻ പൂങ്കനാവ് വാരികയിൽ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന നോവലിന്റെ പേര് കണ്ണീരിൽ കുതിർന്ന സ്വപ്നങ്ങൾ. നോവൽ സൂപ്പർ ഹിറ്റാണ്. എന്റെ നോവൽ പ്രസിദ്ധിച്ചു തുടങ്ങിയ പിന്നെ പൂങ്കനാവ് വാരികയുടെ സർക്കുലേഷൻ 1,00,000 കോപ്പിയാണ് കൂടിയത്. പക്ഷേ സാർ, ഞാൻ ഇത്തരം നോവലുകളൊന്നും വായിക്കാറില്ല. അയ്യോ, MTയുടെയും വിജയന്റെയും ബഷീറിന്റെയും ഒക്കെ പുസ്തകങ്ങളാണ് വായിച്ചിട്ടുള്ളത്. ഞാനും അങ്ങനെ തന്നെ. പക്ഷേ മോനേഷ് സാർ, MTയുടെ നാലുകെട്ടോ വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസമോ ബഷീറിന്റെ ബാല്യകാലസുഖയോ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ എന്റെ നോവൽ വായിക്കാറുണ്ട്. അല്ല, എന്താ എന്റെ കാരണം? എന്താ കാരണം? എന്റെ നോവലിലെ നാടകീയത, അതിലെ അമ്പരപ്പിക്കുന്ന വഴിത്തിരിവുകൾ, ആരെയും ആകർഷിക്കുന്ന രചനാരീതി, ഇതൊക്കെയാണ് എന്നെ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ നോവലിസ്റ്റ് ആക്കിയത്. അല്ല, അതൊക്കെ പോട്ടെ. സാറിനൊരു കാര്യം അറിയോ? എന്താ? ഞാൻ ഇതിനു മുമ്പ് എഴുതിയ കടലാസ് തോണി എന്ന നോവലിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു നായിക. അനീതിക്കെതിരെ ശക്തമായി പൊരുതുന്ന സത്യസന്ധയായ കഥാപാത്രത്തിന്റെ പേര് കേരളത്തിലെ ഒരു കൊച്ചു കുഞ്ഞിന് പോലും പരിചയമാണ്.
ലീലാമ്മ. ലീലാമ്മ ഒരു സാങ്കല്പിക കഥാപാത്രമല്ല. ആലപ്പുഴ ജില്ലയിലെ ഒരു പഞ്ചായത്തിൽ ആ പേരിലൊരു പ്രസിഡന്റ് ഉണ്ട്. ഞാൻ അവരെ പോയി കണ്ട് സംസാരിച്ച് അവരുടെ ജീവിതത്തെ പറ്റി ചോദിച്ചറിഞ്ഞ് ചില സാങ്കല്പിക രംഗങ്ങൾ ചോദിച്ചറിഞ്ഞ് ആ നോവൽ എഴുതി. ഇപ്പോഴത്തെ അവസ്ഥ സാറിനറിയോ? അറിഞ്ഞൂടാ. എന്താ? നോവൽ തീർന്ന് 6 മാസം കഴിഞ്ഞിട്ടും ലീലാമ്മയെ അന്വേഷിച്ച ആളുകൾ എത്തുന്നു. ലീലാമ്മയെ ഫോണിൽ വിളിച്ച് ഉപദേശങ്ങൾ ആരായിരുന്നു. അത് മാത്രമല്ല, ലീലാമ്മയ്ക്ക് എഴുത്തുകൾ വരുന്നു. ഒരു സംസ്ഥാന മുഖ്യമന്ത്രിക്കുള്ള അതേ പേരും പ്രശസ്തിയും ഇന്ന് ലീലാമ്മയ്ക്കുണ്ട്. അതൊക്കെ എങ്ങനെ ഉണ്ടായത്? എന്റെ നോവലിലെ കഥാപാത്രമായതിനു ശേഷം മോഹനകൃഷ്ണൻ സാറിനെ നായകനാക്കി ഞാൻ എഴുതാൻ പോകുന്ന പുതിയ നോവൽ പുറത്തിറങ്ങുന്നതോടെ ഇങ്ങനൊരു വില്ലേജ് ഓഫീസർ നാട്ടിലുണ്ട് എന്ന് ലോകം മുഴുവൻ അറിയും. പറഞ്ഞു വരുമ്പോ ഞാൻ സത്യസന്ധനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ആയിക്കോട്ടെ. കൈക്കൂലി വാങ്ങില്ല, കള്ളു കുടിക്കില്ല, അയ്യോ. നടന്നു മാത്രമേ ആഫീസിലേക്ക് പോകൂ. ജീവിതത്തിൽ ആർഭാടങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഈ കാര്യങ്ങളൊക്കെ നോവലിൽ വരില്ലേ? എന്താ സംശയം? എന്റെ നോവലിലെ നായകനായ മോഹനകൃഷ്ണൻ എന്ന വില്ലേജ് ഓഫീസറുടെ സ്വഭാവം ഇത് തന്നെയായിരിക്കും. സംശയം വേണ്ട. അതുപോലെ സത്യഭാമയും മോഹനകൃഷ്ണൻ തമ്മിൽ വലിയ സ്നേഹത്തിലാണല്ലോ. പിന്നെ പിന്നെ ഞങ്ങൾ തമ്മിൽ ഇന്ന് വരെ ഒരു പിണക്കം ഉണ്ടായിട്ടില്ല. സംശയം ഉണ്ടെങ്കിൽ സത്യഭാമയോട് തന്നെ ചോദിക്കാം. എന്റെ ജോലി കാര്യത്തിലോ വ്യക്തിപരമായ കാര്യങ്ങളിലോ മോഹനേട്ടനെ ഇടപെടുകയേയില്ല. തിരിച്ചും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ഒരു വഴക്കും ഉണ്ടാവാറേ ഇല്ല. ഒരു മിനിറ്റ്, ഞാൻ ആ ഫോൺ എടുത്തോട്ടെ. ഭാമ പറഞ്ഞത് മുഴുവനായിട്ടങ്ങ് വിശ്വസിക്കണ്ട. അതെന്താണ്? ഭാമയുടെ ജോലിക്കാര്യത്തിൽ ഞാൻ ഒരുപാട് സഹായിക്കാറുണ്ട്. പ്രമാദമായ ചില കേസുകൾ വരുമ്പോ ഭാമ എന്നോടാണ് സംശയം ചോദിക്കാറുള്ളത്. എനിക്ക് നിയമപരമായ കാര്യങ്ങളെ കുറിച്ചൊക്കെ നല്ല അറിവുള്ളത് കൊണ്ട് ഞാൻ തന്നെ ചിലതൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ആ കാര്യവും ചെറുതായിട്ടൊന്നും ചേർക്കാമല്ലോ. തീർച്ചയായും. ആണോ? അഗാധ പണ്ഡിതനും ലോകത്തിലെ എല്ലാ വിഷയത്തെക്കുറിച്ചും അവഗാഹവുമുള്ള കഥാനായകൻ ഭാര്യയെ കേസിന്റെ കാര്യത്തിലും സഹായിക്കും. അത് ഉറപ്പല്ലേ? പിന്നല്ലാതെ. നിങ്ങളുടെ ജീവിതത്തിലെ മറക്കാനാവാത്ത ചില നിമിഷങ്ങളെ പറ്റിയാണ് ഇനി എനിക്കറിയേണ്ടത്. വികാരസാന്ദ്രമായ സന്ദർഭങ്ങളെ പറ്റി പറഞ്ഞാൽ അത് കഥയിൽ ചേർക്കാം. അത് എന്റെ കഥയ്ക്കൊരു സപ്പോർട്ടാവും. അതുകൊണ്ടാണ്. അതായത് സാർ, മോനേട്ടാ, ഞാൻ ഒരു നിമിഷം, ഞാനിപ്പോ വരാം. മിക്കവാറും കളക്ടറുടെ ഫോൺ ആയിരിക്കും അത്. കളക്ടർ മിക്കവാറും എന്നെ വിളിക്കാറുണ്ട്. ഓ ശരി. ഇതും ചേർക്കാലോ അല്ലേ? ഇതെന്തിനാ കളക്ടറാക്കുന്നേ? മന്ത്രി എന്ന് തന്നെ ചേർത്ത് കളയാം. അതുപോലെ ഞാനിപ്പോ വരാം. മന്ത്രി ആരാ? അതെനിക്കായിരുന്നു, വിദ്യാലക്ഷ്മി. പിന്നെ നീ എന്തിനാ എന്നെ വിളിച്ചത്? അതെ, അയാള് വല്ലതൊക്കെ ചോദിക്കും. സമാധാനം പറയുമ്പോ എന്നെ കളിയാക്കാനോ താഴ്ത്തിക്കെട്ടാനോ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്റെ സ്വഭാവം മാറും. ഞാൻ ഉള്ള കാര്യങ്ങൾ മാത്രമേ പറയൂ. അത് മനഃപൂർവ്വമായി നിന്നെ കളിയാക്കാൻ വേണ്ടി പറയുന്ന അല്ല. പക്ഷേ ഉള്ള കാര്യങ്ങൾ പറയുമ്പോൾ നിനക്കെന്തെങ്കിലും നാണക്കേടായിട്ട് തോന്നിയാൽ ഞാൻ അതിന് ഉത്തരവാദിയേ അല്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഞാനും അങ്ങ് പറയും. നീ പറയുന്ന ഒന്നും നോവലിൽ വരില്ല. കാരണം ഇത് ഒരു സത്യസന്ധനായ വില്ലേജ് ഓഫീസറുടെ കഥ പറയുന്ന നോവലാണ്. ആ നോവലിൽ കെ മോഹനകൃഷ്ണൻ പറയുന്നത് മാത്രമേ വരൂ. എന്റെ പ്രഫേ, സത്യം പറഞ്ഞാൽ ഇന്നലെ എന്റെ ഹൃദയം നിന്നുപോയി. എന്നാലും ജിമ്മിച്ചൻ ഇത്രയും പാവമായി പോകുന്നു ഞാൻ കരുതിയില്ല. ആലീസ് എന്തൊരു അന്യായമായി കാണിച്ചത്. വാസ്തവ കാഞ്ഞിട്ട് സാറേ, ആലീസിനെ പോലുള്ള പെണ്ണുങ്ങൾ കാരണം നമ്മളെ പോലുള്ള പേരാ പോകുന്നത്. അവിടെ എന്തൊരു ദുഷ്ടയാ. ശത്രുക്കൾ പോലും ഇങ്ങനെയൊന്നും ചെയ്യില്ല.
അവൾക്ക് ജിമ്മിച്ചനെ ഇഷ്ടമില്ലെങ്കിൽ അത് നേരത്തെ പറയണമായിരുന്നു. ഇത്രയും കാലം സ്നേഹമാണ് പ്രേമാണെന്നൊക്കെ പറഞ്ഞ് പുറകെ നടന്നിട്ട് ഇപ്പൊ ദേ സണ്ണിക്കുട്ടിയെ കണ്ടപ്പോ അവളുടെ സ്വഭാവം അങ്ങ് മാറി. നോക്കിക്കോ, ഇതിന് അവൾ അനുഭവിക്കുക എന്നുള്ള കാര്യം ഉറപ്പാ. പെണ്ണുങ്ങളായാലും ഇത്രയും കണ്ണിച്ചോരയില്ലാത്തവളാവരുത്. അല്ല, നിങ്ങളിത് ഏത് പെണ്ണിന്റെ കാര്യാ പറയുന്നത്? കുറെ നേരം ആയല്ലോ തുടങ്ങിയിട്ട്. പൂങ്കിനോ വാരികയിലെ കണ്ണീർ കുതിർന്ന സ്വപ്നങ്ങൾ എന്ന നോവല് ശിശുപാലൻ ചേട്ടൻ വായിക്കാറുണ്ടോ? അത് ശരി, നോവലിലെ കഥയാണോ? എന്റെ പ്രൊഫസറെ, നിങ്ങളെ വർത്താനം കേട്ടപ്പോ ഞാൻ കരുതി നിങ്ങൾക്ക് പരിചയമുള്ള വേറെ ഏതോ ഒരു പെണ്ണിന്റെ കാര്യമാണെന്നാ. ഇത് വെറും കഥയല്ലേ? കഥയായാൽ എന്താ ശിശുപാലൻ ചേട്ടാ? ആലീസ് കാണിച്ചത് ശുദ്ധ തോന്നിയവസല്ലേ? അവളും അവളുടെ അപ്പനും അമ്മയും കിടപ്പാടം പോലും നഷ്ടപ്പെട്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥ വന്നപ്പോ സഹായിക്കാനുണ്ടായിരുന്നതേ ആ ജിമ്മിച്ചനാ. കയ്യിലിരുന്ന് കാശ് മുഴുവൻ ചെലവാക്കി ജിമ്മിച്ചൻ ആലീസിന്റെയും കുടുംബത്തിന്റെയും കടം വീട്ടിയത്. ആലീസിന്റെ അനിയത്തിക്ക് എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടിയപ്പോ രൂപ 1 ലക്ഷം കൊടുത്തതേ ആ ജിമ്മിച്ചനാ. എന്തിനാ അധികം പറയുന്നു? കഴിഞ്ഞ 4 കൊല്ലമായി ആ വീട്ടിലെ സകല ചെലവ് നോക്കി നടത്തുന്നത് ആരാ? ജിമ്മിച്ചനാ. അറിയോ? ഒക്കെ ആലീസിനോടുള്ള സ്നേഹം കൊണ്ട് ചെയ്തതാ. ഇത്രയും സ്നേഹമുള്ള ഒരു കാമുകനെ ചതിക്കാൻ ആലീസിന് എങ്ങനെ മനസ്സ് വന്നെന്നാ ഞാൻ ആലോചിക്കുന്നത്. അല്ല, ഈ ആലീസ് ഇപ്പൊ എന്ത് ചെയ്തെന്നാ നിങ്ങൾ പറയുന്നത്? ശിശുപാലൻ ചേട്ടാ, ഞാൻ പറയാം. നാട്ടിൽ നിന്ന് പണ്ട് മോഷണ കേസിൽ നാട് വിട്ടു പോയൊരു സണ്ണിക്കുട്ടിയുണ്ട്. അവൻ കുറെ നാള് ബോംബെയില് ഗുണ്ടേറും എന്നൊക്കെ പറയുന്നത്. എന്തായാലും ആരെയോ പറ്റിച്ച് കൈ നിറയെ കാശുമായിട്ട് അയാൾ നാട്ടിലേക്ക് വന്നു. ഈ സണ്ണിക്കുട്ടിക്ക് പണ്ടേ ആലീസിനോടൊരു പ്രേമം ഉണ്ടായിരുന്നു. അന്ന് അവള് വകവച്ചില്ല. പക്ഷേ ഇപ്പൊ പഴയ പോലെ അല്ലല്ലോ. സണ്ണിക്കുട്ടി കൈ നിറയെ കാശുമായിട്ട് ബെൻസ് കാറിൽ വന്നിറങ്ങിയപ്പോ ആലീസിന്റെ കണ്ണു മഞ്ഞളിച്ചു. അവളെ സണ്ണിക്കുട്ടിയെ കല്യാണം കഴിക്കാൻ അങ്ങ് സമ്മതിച്ചു. പാവം ജിമ്മിച്ചൻ കയ്യിലുണ്ടായിരുന്നതൊക്കെ ആലീസിനും കുടുംബത്തിനും വേണ്ടി ചെലവാക്കി കഴിഞ്ഞു. ഇപ്പോഴാണെങ്കിൽ റബ്ബറിന് തീരെ വിലയില്ല. ആകെ നക്ഷത്രം എണ്ണി നിൽക്കുമ്പോഴാ ആലീസ് ഈ ചതി കാണിച്ചത്. 2 ദിവസം മുഴുവൻ പാവം ജിമ്മിച്ച് ഒറ്റയ്ക്കൊന്ന് കരഞ്ഞു. പിന്നെ ഒരു ദിവസം രാത്രി വീട്ടിൽ നിന്നിറങ്ങി നേരെ പുഴയിലേക്ക് പോയി. പുഴക്കരയില് ഒരു നിമിഷം ആലീസിനെ ഓർത്തു നിന്നു. പിന്നെ നേരെ പുഴയിലേക്ക് ഒരൊറ്റ ചാട്ടം. ഇന്നത്തെ അധ്യായം അവിടെയാ തീർന്നത്. ഇനി എന്താവുമോ എന്തോ. എന്തുണ്ടാവാനാ? ജിമ്മിച്ചന് നീന്തലറിയില്ലല്ലോ, അതുകൊണ്ട് മരിക്കും എന്നുള്ള കാര്യം ഉറപ്പാ. അയ്യോ, അങ്ങനെ മരിച്ചാ പിന്നെ ഈ ജന്മത്ത് ആലീസ് സമാധാനത്തോടെ സണ്ണിച്ചാൻ്റെ കൂടെ കഴിയാൻ പറ്റുമെന്ന് വിചാരിക്കാം. ഈ പൈങ്കിളി നോവലിലെ കഥയും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മോഹനേഷ് സാർ കേട്ടോണ്ട് വന്നാ പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു നിമിഷം പോലും സമാധാനമായിട്ടിരിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഈ കഥ പറച്ചിലൊക്കെ നിർത്തി മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ നോക്ക്. നിങ്ങളെപ്പോലെ പൂങ്കിനാവ് വാരിക വായിക്കാത്തവർക്ക് അതിന്റെ രസം മനസ്സിലാവുള്ളൂ. നമ്മുടെ നാട്ടിൽ എത്രയോ ലക്ഷം പേര് പൂങ്കിനാവ് വാരികയുടെ 1 ലക്കം വരാൻ വേണ്ടി കാത്തിരിക്കണമെന്ന് അറിയാമോ? അതൊന്നും ശിശുപാലൻ ചേട്ടന് പറഞ്ഞ മനസ്സിലാവില്ല. ഈ കണ്ണീരിൽ കുതിർന്ന സ്വപ്നങ്ങൾ വായിച്ച് പൊട്ടിക്കരയാത്ത മലയാളികൾ കുറവാ. അറിയോ? സത്യം പറയല്ലോ ശിശുപാലൻ ചേട്ടാ, ഈ നോവലിലെ ജിമ്മി നമ്മുടെ മുഖ്യമന്ത്രിയും കൂടെ ഇലക്ഷന് മത്സരിച്ചാൽ നമ്മുടെ ജിമ്മി തന്നെ ജയിക്കും. അറിയോ? ശരിയാ. നാട്ടുകാരുടെ കണ്ണിൽ ഉണ്ണിയല്ലേ ജിമ്മിച്ചൻ. എന്റെ കാഞ്ചന സാറേ, ഈ ജിമ്മിച്ചൻ ജീവിച്ചിരിക്കുന്ന ആളൊന്നും അല്ലല്ലോ, ഒരു കഥാപാത്രം. നോവൽ എഴുതിയ ആൾ സങ്കല്പിച്ചുണ്ടാക്കിയ ഒരു കഥാപാത്രം, അത്രേ ഉള്ളൂ. അയ്യോ, ആ പറഞ്ഞത് ശിശുപാലൻ ചേട്ടന്റെ വിവരക്കേടാ. ഏ? ഈ നോവൽ എഴുതുന്ന മോനായ തെക്കുമല വെറുതെ സങ്കല്പിച്ചെഴുതുന്നല്ല. ഓരോ നോവലും എഴുതുന്നതിന് മുന്നേ നായകൻ സങ്കല്പിക്കും. അതെങ്ങനെയാ? ധാരാളം യാത്രകൾ ചെയ്ത് ജീവിച്ചിരിക്കുന്ന ചിലരെ കണ്ടുപിടിച്ച് അവരുടെ ജീവിത രീതികൾ മനസ്സിലാക്കി കഥയും കഥാപാത്രങ്ങളും ഉണ്ടാക്കും. ഇപ്പൊ ഈ ജിമ്മിച്ചിന്റെ കാര്യം പറഞ്ഞില്ലേ, അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ ജീവിച്ചിരിപ്പുണ്ടാവും. അവരുടെ ജീവിതത്തിൽ കുറച്ച് ഭാവനയൊക്കെ കലർത്തി അതൊരു കഥയുണ്ടാക്കും. അതോടെ ജിമ്മിച്ചൻ നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായില്ലേ. അപ്പൊ അടുത്ത കണ്ണിലുണ്ണി ഞാൻ. എന്റെ ഈശ്വര, എന്നെ നായികയ്ക്ക് കഥ എഴുതാൻ മോനായി സാറിന് തോന്നിയിരുന്നെങ്കിൽ ഞാൻ സൂപ്പർ സ്റ്റാർ ആയി പോയത്. പിന്നെ വില്ലേജ് ഓഫീസിലെ LD ക്ലർക്കായ പ്രഭയ്ക്ക് എന്ത് കഥ? കഥയിൽ നായികയാവണമെങ്കിൽ ഒന്നുകിൽ കോടീശ്വരന്റെ ഒരൊറ്റ മോളായിരിക്കണം, അല്ലെങ്കിൽ വീട്ടിൽ കരിമ്പട്ടിണിയായിരിക്കണം.
അങ്ങനെയുള്ളവർക്ക് നായികയാവാൻ പറ്റുള്ളൂ പ്രഭേ. കാഞ്ചനെ, എന്തോ? അറിയാത്ത കാര്യങ്ങൾ പറയരുത്. നമ്മുടെ നാട്ടിൽ സാധാരണക്കാരും സത്യസന്ധനായ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചും അതാളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഞങ്ങൾ ഇതുവരെ വായിച്ചിട്ടില്ല. ഇതുവരെ വായിച്ചിട്ടില്ലെങ്കിൽ ഇനി വായിക്കേണ്ടി വരും. കൂടുതൽ സംസാരിച്ച സമയം കളയാതെ ജോലി ചെയ്യാൻ നോക്കും. കണ്ണിലുണ്ട്. നമ്മള് കഥ പറയുന്ന വല്ലതും സാറ് കേട്ട് കാണൂ? കേട്ട് കാണില്ല. കേട്ടിരുന്നെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ലല്ലോ പറയാ. രക്ഷപ്പെട്ടു. ഹലോ, മോഹനകൃഷ്ണൻ സാറല്ലേ? അതെ, കെ മോഹനകൃഷ്ണനാണ്. ഞാൻ മോനായി തെക്കുമല. ആഹാ, നമസ്കാരം. നമ്മൾ രാവിലെ സംസാരിച്ചു പിരിഞ്ഞതിന് ശേഷം ഞാൻ വളരെ പെട്ടെന്നൊരു കഥയുണ്ടാക്കി. അല്ല, കഥയുണ്ടാക്കി ഞാനതുകൊണ്ട് പറയല്ല, നല്ല അസല് കഥ. സത്യസന്ധനായ ഒരു വില്ലേജ് ഓഫീസറുടെ കഥ. കഥ റെഡിയായപ്പോ തന്നെ ഞാൻ പൂങ്കുനാവിന്റെ ചീഫ് എഡിറ്ററെ വിളിച്ച് കഥയെപ്പറ്റി പറഞ്ഞു. ഓ, അദ്ദേഹത്തിന്റെ സന്തോഷം ഒന്ന് കാണണമായിരുന്നു. എത്രയും പെട്ടെന്ന് അത് എഴുതി കൊടുക്കാൻ അദ്ദേഹം പറഞ്ഞു. അടുത്ത മാസം മുതൽ പൂങ്കുനാവിൽ അത് പ്രസിദ്ധീകരിച്ചു വരും. വളരെ സന്തോഷം. ഈ കഥയൊന്ന് വിശദമായിട്ട് എനിക്കൊന്നും കേൾക്കാൻ പറ്റിയിരുന്നെങ്കിൽ. മറ്റൊന്നും കൊണ്ടല്ല, എനിക്കും അത്യാവശ്യം തെറ്റില്ലാത്ത കഥ എഴുതാനുള്ള ഒരു വലിയ കഴിവുണ്ട്. ആണോ? അതുകൊണ്ട് ഒരു പക്ഷേ സാറിന്റെ കഥ കേട്ടാൽ ചില തിരുത്തലുകൾ വരുത്താൻ എനിക്കും പറ്റിയെന്നിരിക്കാം. അയ്യോ, എന്നോനോ, എന്റെ കഥ തിരുത്താൻ ഞാൻ ആരെയും അനുവദിക്കില്ല. പക്ഷേ കഥ മോഹനകൃഷ്ണൻ സാറിനോട് പറയാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പറയട്ടെ? അല്ല, ഇപ്പം ജോലി സമയമാണല്ലോ. ഈ സമയത്ത് കഥ പറയുന്നത് ശരിയല്ലല്ലോ സാർ. വൈകിട്ട് ഞാൻ സാറിനെ ഒന്ന് കാണാം. എങ്കിൽ വൈകിട്ട് ഞാൻ മോഹനകൃഷ്ണൻ സാറിന്റെ വീട്ടിലേക്ക് വരാം. അവിടെ വെച്ച് കഥ പറഞ്ഞാൽ സാറിന്റെ ഭാര്യയ്ക്കും കേൾക്കാമല്ലോ. അത് നല്ല കാര്യം. അത് മതി. അപ്പോ 5:15 മുതൽ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാവും. ശരി, ഞാൻ ഇവിടെ എത്താം. ഓക്കെ. സത്യസന്ധനായ വില്ലേജ് ഓഫീസർ, കണ്ണിലുണ്ണി. കാഞ്ചനെ, കാഞ്ചനയും സ്വയംപ്രഭയും പൂങ്കിനാവ് വാരികയിലെ എല്ലാ ലക്കവും കൃത്യമായി വായിക്കാറുണ്ടോ? ഉണ്ട് സർ. ഇതുവരെയുള്ള ഏതെങ്കിലും നോവലിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും നായകനോ നായികയോ ആയിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് പരിചയമുള്ള ആരെയെങ്കിലും നായകനാക്കി പൂങ്കിനാവ് വാരികയിൽ ഒരു നോവൽ വന്നാൽ നിങ്ങൾ എന്തു പറയും? ഞങ്ങൾക്ക് പരിചയമുള്ള ആളോ? അതാരാ സാറേ? കാണാൻ പോകുന്ന പൂരം കണ്ടതിനെ അറിയണ്ടേ? അധികം താമസിക്കാതെ നിങ്ങൾക്കത് കാണാം. ആരുടെ കാര്യം ശശിപാലൻ ചേട്ടാ സാറ് പറഞ്ഞത്? എനിക്കറിയില്ല. എന്നാലും സാറാ പറഞ്ഞതിൽ എന്തോ കാര്യമുണ്ടല്ലോ. ഉണ്ട്. ജോലി സമയത്ത് നോവലിലെ കഥയും പറഞ്ഞുകൊണ്ടിരുന്ന് ജോലി പോയ 2 സർക്കാർ ജീവനക്കാരുടെ കഥയാണോ എന്നാ എനിക്ക് സംശയം. അല്ല, ആ സൈസ് നോവൽ വല്ലതും പൂങ്കുനാവിൽ വരുന്നുണ്ടോ കാഞ്ചന സാറേ?
ആ നാവ് വളച്ച് അറം പറ്റുന്ന വർത്തമാനൊന്നും പറയില്ലേ ശിശുപാലൻ ചേട്ടാ. ഒന്നാമത്തെ സമയം ഭയങ്കര മോശം. ആ സത്യം പറഞ്ഞാൽ സത്യഭാമേ, ഇത്രയും പെട്ടെന്ന് ഞാൻ ഒരു കഥ ഉണ്ടാക്കിയിട്ടില്ല എന്റെ ജീവിതത്തിൽ. ഓ രാവിലെ മോഹനകൃഷ്ണൻ സാറുമായിട്ട് സംസാരിച്ച് തിരിച്ചു ഹോട്ടൽ മുറിയിലെത്തി. ഞാനൊരു 15 മിനിറ്റ് ആലോചിച്ചു. പെട്ടെന്ന് അതിമനോഹരമായ ഒരു കഥ എന്റെ മനസ്സിലേക്ക് ഓടിയെത്തി. കഥയിലെ ഓരോ രംഗങ്ങളും ഒന്നിനു പുറകെ ഒന്നായി എന്റെ കൺമുന്നിലൂടെ പാഞ്ഞുപോയി. പിന്നെ ഞാൻ ഒട്ടും താമസിച്ചില്ല, നേരെ ചീഫ് എഡിറ്ററെ വിളിച്ചു. ഒറ്റ ശ്വാസത്തിൽ കഥ മുഴുവൻ പറഞ്ഞു കേൾപ്പിച്ചു. കഥ കേട്ട് കഴിഞ്ഞതോടെ അദ്ദേഹം പറയുകയാണ്, എന്റെ ബോനായി, നിങ്ങളൊരു അത്ഭുതം തന്നെയാണെന്ന്. ഈ നോവൽ പൂങ്കുനാവ് വാരികയുടെ ജാതകം തന്നെ മാറ്റി എഴുതുമെന്ന് അദ്ദേഹം പറയാണ്. അപ്പോ ഞാൻ കഥ പറയട്ടെ? അല്ല, മോഹനേട്ടനോട് വന്നിട്ട് പറയാം. മോഹനേട്ടനാണ് ഈ കഥ കേൾക്കാൻ കൂടുതൽ താല്പര്യം. അത് അല്ല, എന്റെ വായനക്കാരിൽ മഹാഭൂരിപക്ഷം പേരും സ്ത്രീകളാണ്. സ്ത്രീകളുടെ മനസ്സ് പിടിച്ചെടുക്കാൻ എനിക്ക് വിശേഷപ്പെട്ട ഒരു സിദ്ധി ഉണ്ടെന്നാണ് ചീഫ് എഡിറ്റർ പോലും പറയുന്നത്. ഇപ്പോൾ ഞാൻ എഴുതുന്ന കണ്ണീരിൽ കുതിർന്ന സ്വപ്നങ്ങൾ വായിച്ച് കേരളത്തിലെ സ്ത്രീകൾ പൊട്ടി പൊട്ടി കരയാണ്. പൂങ്കുനാവിന്റെ ഓരോ ലക്കവും കിട്ടാൻ അവരാർത്തിയോടെ കാത്തിരിക്കുന്നു. ആ സ്ത്രീകളാണ് എന്റെ, അതായത് മോനായി തെക്കും മലയുടെ ശക്തി. മോനൊരു സാർ എത്തിയല്ലോ. നമസ്കാരം സാർ. നമസ്കാരം. അല്ല, ഈ കഥ പറയാനുള്ള ധൃതിയിൽ ഞാൻ ഇങ്ങോട്ട് പാഞ്ഞു കയറുകയായിരുന്നു. ഓ നമുക്കപ്പോ ഇനി താമസിക്കണ്ട, കഥയിലേക്ക് കടന്നാലോ? പറഞ്ഞു. അല്ല, നിങ്ങള് ഇവിടെ ഇരിക്കേ. എവിടെ? എനിക്ക് നിന്നുകൊണ്ട് കഥ പറയാനാണ് ഇഷ്ടം. ഓ വരൂ. അതെ, നിന്നുകൊണ്ട് കഥ പറയുമ്പോ നമുക്ക് കഥയുടെ ആരോഹണ അവരോഹണങ്ങളിലൂടെ ഊളിയിട്ട് പറക്കാം. ഇരിക്കുമ്പോ എന്തോ എനിക്ക് ആ സ്വാതന്ത്ര്യം കിട്ടില്ല. അപ്പോ നിങ്ങളിരിക്കേ, സാറിരിക്കേ, മാഡം. അപ്പോ അപ്പോ ഞാൻ തുടങ്ങട്ടെ. കേരളത്തിലെ മലയോര ജില്ലയിലെ ഒരു ഗ്രാമം. മലകളും പുഴകളും ചെടികളും പൂക്കളും നല്ലവരായ മനുഷ്യരൊക്കെ ചേരുന്ന മനോഹരമായ ഒരു ഗ്രാമം. ആ ഗ്രാമത്തിലെ വില്ലേജ് ഓഫീസറാണ് മോഹനകൃഷ്ണൻ. കാഴ്ചയിൽ സുന്ദരൻ, വിദ്യാസമ്പന്നൻ, മാന്യൻ, സത്യസന്ധൻ. മദ്യപിക്കില്ല, കൈക്കൂലി വാങ്ങില്ല, നാട്ടുകാർക്ക് എന്ത് സഹായവും ചെയ്യാൻ സർവദാ സന്നദ്ധൻ. അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു വക്കീലാണ്. അതിസമർത്ഥ, സുന്ദരി, സ്നേഹത്തിന്റെ നിറകുടമാണവൾ. ഭർത്താവിന് വേണ്ടി മരിക്കാൻ പോലും തയ്യാർ. ഈ മാതൃകാ ദമ്പതികൾ അങ്ങനെ സുഖമായി സന്തോഷമായി ജീവിച്ചു പോകുമ്പോ പെട്ടെന്ന് അവരുടെ ജീവിതത്തിലേക്ക് ദുരന്തങ്ങളുടെ പെരുമഴ പെയ്തിറങ്ങുകയാണ്. സ്ഥിതി വിപര്യം. ഒരു ദിവസം രാവിലെ കൃത്യം 11 മണിക്ക് വില്ലേജ് ഓഫീസറിലേക്ക് ഒരു സ്ത്രീ കടന്നു വരികയാണ്. കോമളവല്ലി. കോമളവല്ലിയെ കണ്ട് മോഹനകൃഷ്ണന്റെ നെഞ്ചൊന്ന് പിടച്ചു. കോളേജ് പഠനകാലത്ത് തന്റെ ജീവന്റെ ജീവനായിരുന്നു കോമളവല്ലി. അവർ അന്ന് കണ്ട സ്വപ്നങ്ങൾ എന്തൊക്കെയായിരുന്നു?
അവരെവിടൊക്കെ യാത്ര ചെയ്തു? അവർ എന്തുമാത്രം സ്നേഹിച്ചിരുന്നു? മോഹനകൃഷ്ണൻ ഞെട്ടിത്തരിച്ചു നിൽക്കുമ്പോൾ കോമളവല്ലി പറയുകയാണ്, ഞാൻ അങ്ങേ തേടി ഇക്കാലം അത്രയും അലയുകയായിരുന്നു. അങ്ങ് എന്താണ് എന്നെ ഉപേക്ഷിച്ചു പോയത്? അങ്ങയുടെ ചോരയിൽ പിറന്ന നമ്മുടെ പൊന്നുമോൾ അങ്ങയെ കാത്തിരിക്കുകയാണ്. മോഹനകൃഷ്ണൻ ഒരു വഴിത്തിരിവിലെത്തുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ അയാൾ തളർന്നിരുന്നു പോയി. ഒരു വശത്ത് പ്രിയപ്പെട്ട സത്യഭാമ, മറുവശത്ത് തന്റെ പ്രേമഭാജനമായ കോമളവല്ലി, അവളിൽ തനിക്കുണ്ടായ കുഞ്ഞും. മോഹനകൃഷ്ണന്റെ ജീവിതത്തിന്റെ താളം തെറ്റി. സമാധാനം നഷ്ടപ്പെട്ട അയാൾ മദ്യപിക്കാൻ തുടങ്ങി. കിട്ടുന്ന ശമ്പളത്തിന് മുഴുവൻ മദ്യപിച്ചു. ശമ്പളം തികയാതെ വന്നപ്പോൾ കൈക്കൂലി വാങ്ങിച്ചു തുടങ്ങി. അങ്ങനെ നാട്ടുകാരുടെ മുമ്പിൽ അയാൾ ഒരു കോമാളിയായി മാറി. ഭർത്താവിന്റെ പെരുമാറ്റം സഹിക്കാതെ സത്യഭാമ അയാൾക്കെതിരെ വിവാഹമോചനത്തിന് കേസ് കൊടുത്തു. ഇതാണോ കഥ? മാന്യന്മാരെ അപമാനിക്കാൻ വേണ്ടി ഇമ്മാതിരി വൃത്തികേടുകൾ പറഞ്ഞാൽ ഇതെങ്ങനെ കഥയാവും? അല്ല, കഥയിൽ നാടകീയത വേണം. മദ്യവും ഔഹിതവും മദ്യപാനവും ഒന്നുമില്ലാതെ എന്ത് കഥയാണെന്റെ സാറേ? അതൊന്നൊരു കഥയല്ല. മോനായി ഈ നിമിഷം ഇറങ്ങിക്കൊള്ളാം. ഇനി കഥയെന്നോ മോഹനകൃഷ്ണനെന്നോ സത്യഭാമയെന്നോ പറഞ്ഞാൽ ആട്ടിച്ചിന്റെ പല്ലുണ്ടായിരുന്നു. അല്ല, ഞാൻ മോനായി എഴുത്തുകാരൻ. എന്ത് മോനായി നിൽക്കുമല്ല? കുറെ നാളായില്ലേ നിങ്ങളൊക്കെ ഈ അവിഹിതത്തിന്റെയും കള്ളുകുടിയുടെയും അമ്മായിയമ്മ പോരിന്റെയൊക്കെ കഥ എഴുതി ജീവിക്കുന്നു. എന്റെയും ഭാമയുടെയും ജീവിതകഥ കണ്ടിട്ടെങ്കിലും നിങ്ങളൊക്കെ ഒന്ന് നന്നായിക്കോട്ടെ എന്ന് കരുതിയത് എന്റെ തെറ്റ്. അല്ല സാർ, ഞാൻ ഇറങ്ങാൻ പറഞ്ഞ ഇറങ്ങണം. കലാബോധമില്ലാത്ത വിട്ടികള്. ഞാൻ പോവാം. അവിഹിതവും വൃത്തികേടും ഇല്ലെങ്കിൽ കഥയില്ലെന്ന് ഇവരോടൊക്കെ ആരാ പറഞ്ഞത്? ഒരു വൃത്തികേടും കാണിക്കാതെ ഒരു അവിഹിതവും കാണിക്കാതെ നമ്മൾ ഇത്രയും കാലം ജീവിച്ചു കാണിച്ചില്ലേ? ഇയാളെ പോലുള്ളവർ എഴുതുന്നത് വായിച്ച് നാട്ടുകാർ മാനസിക രോഗികളായിക്കൊണ്ടിരിക്കുക. പിന്നല്ലാതെ മനസ്സിൽ നന്മയുള്ളവര് നമ്മളെ കണ്ടുപിടിക്കും. അല്ലാത്തൊരു അഭിഹിതത്തിന്റെ ഒക്കെ പുറകെ പോയിരിക്കും. വലിയ നോവലിസ്റ്റ് വന്നിരിക്കുന്നു. മോനായി തെക്കോട്ടെടുത്ത് കാര്യങ്ങൾ സ്പഷ്ടമായും വ്യക്തമായും മോഹനകൃഷ്ണൻ പറഞ്ഞ നിലയ്ക്ക് ഇനി മറ്റൊരു വിശദീകരണത്തിന് പ്രസക്തിയില്ല. അവിഹിതവും അസൂയയും പ്രതികാരവും പീഡനവും നിറച്ച കഥകളേക്കാൾ ഈ വില്ലേജ് ഓഫീസറുടെയും വക്കീലിന്റെയും കഥയെ സ്നേഹിക്കുന്നവർക്ക് നന്ദി പറഞ്ഞ് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസ്സാരം തുടരുന്നു.